മെയിനായിട്ട് ഇതിന്റെ ഇത് ട്യൂണിംഗ് ആണ്, ടൈമിംഗ് ആണ് അതിന്റെ ബുള്ളറ്റിന്റെ ആർക്കും ശരി ശരി. പിന്നെ പൊല്യൂഷനൊക്കെ നമുക്ക് സുഖം എടുക്കാനുണ്ട്. അതിന് കുറെ പുതിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് എടുക്കാൻ വേണ്ടി. ഇപ്പൊ എല്ലാവരും പൊല്യൂഷൻ കിട്ടാനില്ല പ്രശ്നം. നമുക്ക് നമ്മളെ സംബന്ധിച്ച പ്രശ്നമില്ല. 10 വർഷം വരെ ഉപയോഗിക്കാവല്ലേ? ഓക്കെ. രീതിയിൽ കറക്റ്റ് കാര്യമാണെങ്കിൽ 10 നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂരാണ്. വിനോമിന്റെ വർക്ക്ഷോപ്പിൽ വിനോദ എഞ്ചിനീയറിംഗ് വർക്ക്സ്. ഞാൻ വിനോമൻ എന്ന് പറയാൻ കാരണം ഞാൻ ആളായിട്ട് അത്രയും നമുക്കൊരു ബന്ധമുണ്ട്. കാരണം എന്നെ റേസ് ഓടിപ്പിച്ചിട്ടുണ്ട്. എന്നെ കുറെ കാലം ഞാൻ ആളെന്നെ സ്പോൺസർ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഓടിച്ചിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന എൻ്റെ ഒരു പഴയ ബുള്ളറ്റിന് എടുത്തിട്ടുണ്ട്, ഓൾഡ് മോഡൽ. അപ്പോൾ അത് പണിയാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ആളുടെ വിശേഷങ്ങൾ കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ ആളുടെ പുള്ളി ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് പറയാം. എന്താ വെച്ചാൽ റേസ് ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത്. വണ്ടി പണികളും കാര്യങ്ങളിലും ആളുകൾ തുടങ്ങിയിട്ടൊരു 55 വർഷത്തോളമായി. കുറേ വണ്ടികൾ പുതിയ കുറേ കാര്യങ്ങൾ ആൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ന്യൂ മോഡൽ UC വണ്ടിയിൽ എന്താ പറയുക വൈബ്രേഷൻ ഇല്ലാണ്ടാക്കുക, അവർ വണ്ടി കൂട്ട് ചെയ്യുക, ക്രാങ്ക് വെയിറ്റ് കൂട്ടുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ആൾ പറഞ്ഞു തരും. നമുക്ക് ഇനി ആളുടെ അടുത്തേക്ക് പോകാം. പേര് വിനു, സപ്പോർട്ടോളാണ്. ബുള്ളറ്റ് വർക്ക്ഷോപ്പാണ്. ലൈറ്റ് ആൻഡ് മെക്കാനിക്കലുണ്ട്. പുതിയ വണ്ടികൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഡീകംപ്രസ് ആക്കല് അതൊക്കെ ഞാൻ തന്നെയാണ് ഇവിടെ ആദ്യമായിട്ട് ചെയ്തിട്ടുള്ളത്. അത് ക്രാങ്ക് വെയിറ്റ് പുതിയ വണ്ടികളിലും പഴയ വണ്ടിയൊക്കെ അച്ഛനായിട്ടുള്ള ക്രാങ്ക് വെയിറ്റ് കൂടി ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അച്ഛൻ്റെ വർക്ക്ഷോപ്പാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് 35 കൊല്ലമായി. 9ാം ക്ലാസ് കഴിഞ്ഞിട്ട് നേരിട്ട് വർക്ക്ഷോപ്പിലേക്ക് വന്നു. ബുള്ളറ്റിനോടും കാരണം അപ്പോ വിനോട്ടൊരു സംശയമുണ്ട്. ഇപ്പൊ നിലവില് ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു അഭിമാനം, ഒരു ട്രെൻഡിങ് ആണ്. എല്ലാവർക്കും ബുള്ളറ്റ് വാങ്ങിക്കണം അങ്ങനെയുള്ള ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ പഴയ ബുള്ളറ്റ് ഓടിച്ച ആൾക്കാർക്ക് ആർക്കും ഇപ്പൊ പുതിയ ബുള്ളറ്റിനോട് താല്പര്യമില്ല. കാരണം പഴയ ബുള്ളറ്റിന്റെ ഒരു ഫീല് കിട്ടുന്നില്ല എന്ന് പറയുന്നത്. അപ്പോ അതെന്താണ് അതിനൊരു കാരണം വരുന്നത്? കാരണം പഴയ ബുള്ളറ്റിന്റെ ഫീല് പുതിയ ബുള്ളറ്റിന് കിട്ടുന്നില്ല. അതിനെന്തെങ്കിലും എന്താണ് അതിന് വ്യത്യാസം വരുന്നത്? ടോപ്പ് വ്യത്യാസം വരും. പിന്നെ ക്രാങ്ക് വെയിറ്റിൽ വണ്ടിക്ക് നമ്മൾ ക്രാങ്ക് വെയിറ്റ് കൂട്ടി ഡീകംപ്രഷൻ ആക്കി കഴിഞ്ഞാൽ പഴയ ഭാഗം ഉണ്ടാവും. പഴയ അപ്പൊ നിങ്ങൾക്ക് ക്രാങ്ക് വെയിറ്റ് കൂട്ടി ഈ പുതിയ ബുള്ളറ്റിനും പഴയ ബുള്ളറ്റിന്റെ ഫീല് കൊണ്ടുവരാൻ സാധിക്കുമല്ലേ? എനിക്കൊന്ന് വിശദീകരിച്ച് തരാൻ പറ്റും? കമ്പനി വരെ ക്രാങ്ക് ഇതാണ് ഇത്രയൊക്കെ ഉണ്ടാവുക. നമ്മൾ അഡീഷണൽ വെയിറ്റ് ചെയ്തപ്പോൾ പട്ട വെച്ച് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത് ക്രാങ്ക് ഇതേപോലെ അങ്ങനെ ചെയ്യുമല്ലേ? അപ്പൊ നമുക്ക് ആ പഴയ ബുള്ളറ്റിന്റെ പഴയ ഫീല് കിട്ടൂല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ പ്രേക്ഷകർക്ക് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അറിയേണ്ട കാര്യം മാത്രമല്ല സംശയമാണ്, അവർക്കൊരു പഴയ ബുള്ളറ്റ്, അതായത് വളരെയധികം നാശമായ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബുള്ളറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു പുതിയ ബുള്ളറ്റ് ആയിക്കോട്ടെ, ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു ബുള്ളറ്റ് ഇവിടെ കൊണ്ടുവന്നാൽ നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും? എന്തൊക്കെ ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് ചെയ്യാനായിട്ട്, സർവീസ് ആയിട്ട്? എല്ലാ കാര്യങ്ങളും കുറച്ച് മാത്രം നടന്ന് കളിച്ചാൽ മതി. ബാക്കിയുള്ള വർക്കുകളൊക്കെ നമ്മളെ പേഷ്യൻ ചെയ്യുന്നത്. ഒരു ഗുണമാണ് ഉള്ളത്. മക്കളെ വർഷം വിട്ട് അല്ല ഒരു കേട്ടോ. ഇപ്പൊ നിലവില് ഈ ബുള്ളറ്റ് പണിയുന്ന ആൾക്കാർ വളരെയധികം കുറവാണ് മാർക്കറ്റില്, അതല്ലെങ്കിൽ ഈ ഒരു ലൊക്കാലിറ്റിയില്. അപ്പോ നിങ്ങൾ സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? ബുള്ളറ്റിന് എന്തൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായി നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. പുതിയ വണ്ടി ക്ലാസിക് വണ്ടികൾക്ക് ടാങ്കിന് തരുന്ന പ്ലേറ്റ് ആണത്. അതില് ഫ്രീ ആയിരുന്നു. നമ്മളിതിൽ ബൂസ്റ്റടിച്ച്
വൈബ്രേഷനൊക്കെ അങ്ങനെ വൈബ്രേഷൻ ഉണ്ടാവും. ഓക്കെ പിന്നെ നമ്മുടെ വണ്ടിയിൽ കുറെ ഭാഗങ്ങള് ഉണ്ടാവും. ഓക്കെ തലയ്ക്ക് നീർബാരിക്കും അതിൽ വരണോ ആ. വേറെ സപ്പോർട്ടിങ് ഇല്ല. അപ്പൊ നമ്മൾ സപ്പോർട്ടിങ്ങിന്റെ നിലയ്ക്ക് ഇതിലേക്ക് ഒരു ബൂസടിച്ച് ഒരു ഫിറ്റിംഗ് ആക്കി കറക്റ്റ് ചെയ്യും. Okay. വൈബ്രേഷൻ വരും. പിന്നെ സാധാരണ വണ്ടിക്ക് ഡീകംപ്രഷൻ ഇല്ല. ഓക്കെ അപ്പൊ നമ്മൾ ഇതേപോലെ കമ്പനി വരിക നമ്മൾ കട്ട് ചെയ്ത് ഇതേപോലെ ആക്കി ഡീകംപ്രഷൻ കട്ടാക്കാൻ ഫിറ്റ് ചെയ്ത് സ്വിച്ചൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈബ്രേഷൻ കുറയും. അതുപോലെ സെൽഫില്ലെങ്കിൽ തന്നെ ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. പഴയ ബുള്ളറ്റ് പോലെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ 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 വിനോട്ടാ, അതെ, നമ്മൾ ഈ പഴയ ബുള്ളറ്റിന്റെ ഒരു സൗണ്ട് അത് പുതിയ ബുള്ളറ്റിന് കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് ഈ അത് കിട്ടാൻ വല്ല മാർഗമുണ്ടോ പുതിയ ബുള്ളറ്റിന്? പുതിയ ബുള്ളറ്റിന് നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തത് തന്നെ പഴയ വണ്ടിയിലെ ഫീല് കിട്ടുന്ന പോലെ ഇങ്ങനെയൊക്കെ നല്ല സൈഡിലായിരിക്കും. ആ ബീറ്റൊക്കെ നല്ല കുട്ടി കുട്ടി വണ്ടി കിട്ടും. പഴയ വണ്ടി പോലെ. ഓക്കെ ഓക്കെ എന്റെ വണ്ടി ഇപ്പൊ കൊണ്ടുവന്നില്ല, പഴയ മോഡൽ വണ്ടി സ്റ്റാൻഡേർഡ്. അപ്പൊ ഇതില് പ്രശ്നം എന്ന് വെച്ചാൽ വണ്ടി ഒരു സൈഡിക്ക് വലിക്കൽ കയറലുണ്ടായി. വണ്ടി ചേസ്മെന്റും കുറച്ച് കയറലും ഒക്കെയാണ് ആള് പറഞ്ഞത്. അപ്പൊ എഞ്ചിൻ ഇറക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇതില് നമുക്ക് എഞ്ചിൻ ചെയ്യണ സമയത്ത് ഫുള്ള് ആളുടെ അടുത്ത് എല്ലാ വർക്കുകളും ചോദിച്ചു. അപ്പൊ എഞ്ചിന്റെ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാന്നുള്ള ആള് പറയും. പിന്നെ നമുക്ക് എങ്ങനെയാ എഞ്ചിൻ എഞ്ചിൻ ക്രാങ്ക് വെയിറ്റ് കൂട്ടുക, ബെയറിങ്ങൾ മാറി, പിസ്റ്റണൊക്കെ മാറ്റി, ഹെഡ് വാൽവ്, അതുപോലെ ക്ലച്ചിന്റെ ഡിസ്കുകളൊക്കെ മാറി ഒക്കെ ഫ്രഷ് ആണെങ്കിലും ഗിയർ ബോക്സ് ഒക്കെ എല്ലാ ബെയറിങ്ങൾ മാറി ലൈറ്റ് വർക്ക് ചെയ്ത് ക്ലീൻ ആക്കി ഇത്തിരി സ്പീഡിൽ എന്നാ പതുക്കെ പോകണം അങ്ങനത്തെ അങ്ങനെ ചെയ്ത് തരാം. ക്ലച്ചൊക്കെ മാറ്റിയിട്ട് ഇപ്പൊ 3 ക്ലച്ചൊക്കെ എടുക്കുന്നുണ്ടാവുക. അതെന്ത് 4 ക്ലച്ച് ഇട്ട് കഴിഞ്ഞാൽ സ്പീഡും ഓടിക്കാം, പോവാം. പിന്നെ മെയിനായിട്ട് ഇതിന്റെ ഇത് ട്യൂണിംഗ് ആണ്, ടൈമിംഗ് ആണ്. അതിന്റെ ഉള്ളിൽ തന്നെ ആർക്കും ടൈമിംഗ് ശരിയാണ് വണ്ടി ഓടിക്കാതെ ഇത് അതും പ്രശ്നം ഉണ്ടായിരുന്നു. സ്പീഡ് വെക്കാൻ നോക്കിട്ട് പറഞ്ഞല്ലോ. എനിക്ക് ഗിയർ ഇടയ്ക്ക് ന്യൂട്രൽ കിട്ടില്ല. അതൊക്കെ പഞ്ചറും കാര്യങ്ങളും സെറ്റ് ചെയ്ത് ബുഷുകളൊക്കെ എന്ത് കുറയും. അത് ബുഷൊക്കെ അടിച്ചു കഴിഞ്ഞാൽ വണ്ടി അടിപൊളിയാവും. വേറെ എന്തെങ്കിലും എഞ്ചിൻ ഭാഗത്തിൽ മാത്രമേ എഞ്ചിനും ടൈമിങ്, അതുപോലെ ക്രാങ്ക് സെറ്റിംഗ്, ക്രാങ്ക് വെയിറ്റ്, അതുപോലെ പിസ്റ്റൺ പുതിയ സ്റ്റാൻഡേർഡ് പിസ്റ്റൺ മേടിച്ച് ലീവറൊക്കെ വാൽവ് സീറ്റ്, വാൽവ് വീട് അങ്ങനെയുള്ള പണികൾ, ഗിയർ ബോക്സിന് ബുഷുകൾ അടിക്കുക, എല്ലാം ക്ലീനാക്കി തരാം. വണ്ടി ഓടിക്കുമ്പോ ഷേക്കിന് തരണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ നമുക്ക് സൈലൻസർ ഇപ്പൊ ഇത്രയും ക്രാങ്ക് വെയിറ്റ് കൂട്ടി പൊട്ടൽ വരുമ്പോൾ സൈലൻസർ സൗണ്ട് ഉള്ളത് ഓപ്പൺ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഓപ്പൺ വെച്ച് ഓടിക്കാൻ സുഖമാണ്. ഇപ്പൊ ഈ പോലീസുകാരുടെ പ്രശ്നം വല്ലാത്തൊരു ഇതുണ്ട്. പിന്നെ പൊല്യൂഷനൊക്കെ നമുക്ക് സുഖം എടുക്കാനുണ്ട്. അതിന് കുറെ പുതിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതല്ലേ എടുക്കാൻ വേണ്ടി ഇപ്പൊ എല്ലാവരും പൊല്യൂഷൻ കിട്ടാനില്ലാന്ന് പ്രശ്നം. നമുക്ക് നമ്മളെ സംബന്ധിച്ച പ്രശ്നമില്ല. അത് ക്ലീൻ ആണ്. പിന്നെ ഇതിന്റെ ഹെഡിൽ തന്നെ പുതിയ മോഡൽ ഒരു വേറൊരു എക്സ്ട്രാ ഒരു ഇത് അത് പഴയ ഇത് വന്നിട്ടുള്ള യു റൂട്ട് എന്ന് പറയുന്നത്. അത് പൊല്യൂഷൻ തന്നെ, അത് പൊല്യൂഷൻ തന്നെയാണ്. അത് വേറെ മാറ്റങ്ങൾ, അത് വേറെ മാറ്റങ്ങളൊന്നുമില്ല, പൊല്യൂഷൻ തന്നെയാണ്. ഇതാണ് നമ്മുടെ വണ്ടി. ഇപ്പൊ നമ്മൾ ഇനി ചെയ്യുന്ന വീഡിയോ, ബാക്കിയുള്ള വീഡിയോ ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മൾ ജസ്റ്റ് വന്ന് അഴിക്കുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം.